ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് വെജിറ്റബിളും മുട്ടയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ആയിട്ട് അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. ഇനി ഇതൊരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം ഒരു 3 വിസിലടിച്ചതൊന്ന് വേവിച്ചെടുക്കട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി പച്ചക്കറികളാണ് കേട്ടോ. ഒരു 200 ഗ്രാമോളം ബീൻസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 4 ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2 പച്ചമുളക്, ഒരു 5-6 അള്ളി വെളുത്തുള്ളി, ഒരു ചെറിയ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് 4 മുട്ട എടുത്തിരിക്കണം. ഇനി അതൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം. അതിൻ്റെ മുന്നായിട്ട് ഞാൻ ചോറിന് വെള്ളം അടുപ്പത്തിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അരി ഒന്ന് കഴുകി എടുത്തതാണ്. വൈറ്റ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് അരി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ലേശം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇനി അരിക്ക് ഒരു നല്ലൊരു വൈറ്റ് കളറാവാനും ഒട്ടി പൊടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ലേശം ഒരു സ്പൂണോളം സുർക്കയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇനി ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ നന്നായി വെന്ത് വന്നിക്കണം കേട്ടോ. ഈ അരി ഒരു നേരിയൊരു വളവ് വന്നാൽ നമുക്ക് ഇതിൻ്റെ വേവ് കറക്റ്റ് കിട്ടാം. നന്നായിട്ട് ഇങ്ങോട്ട് വെന്ത് കുഴഞ്ഞ് പോവരുത്. അപ്പോൾ ഫ്രൈഡ് റൈസ് നന്നായി കിട്ടൂല. അപ്പോൾ ചോറൊക്കെ ഒന്ന് വേവ് കറക്റ്റായപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേങ്കിൽ നമ്മൾ ചോറ് വെച്ച് ഊറ്റി വെക്കണം കേട്ടോ. ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പൊടിക്കലുണ്ടാവും, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ചെമ്പട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം ഞാൻ സൺഫ്ലവർ ഓയിൽ ലേശം ഒന്ന് ഒഴിച്ച് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നിട്ട് കൊടുത്തിക്കണം. ഇത് നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ചിക്കി എടുക്കില്ല, അതുപോലെ ഇതൊന്ന് ചിക്കി എടുക്കുക. നമ്മൾ മുട്ട ഒഴിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മുട്ടയൊക്കെ നന്നായി ചിക്കി എടുത്തിക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ലേശം പാടിക്ക സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടീസ്പൂണുകളൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഒന്നിട്ട് കൊടുത്തിക്കണം. അതുപോലെ ഇനി അതിലേക്ക് ആ സവാള ഉണ്ടല്ലോ കൊത്തി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞിട്ടാണ് കേട്ടോ സവാള ഇട്ട് കൊടുത്തിക്കണത്. അതിന് ശേഷം ആണ് ബീൻസും ക്യാരറ്റും ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കട്ടോ. ഈ പച്ചക്കറി വെന്ത് പോവരുത്, ഇങ്ങോട്ട് കുഴഞ്ഞ് പോവരുത്. അപ്പോൾ ഇത് കളറും ഒന്ന് മാറിപ്പോവും, അത് കാരണമാണ്. ഓവറായിട്ടുണ്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ആ ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചെന്ന് പറഞ്ഞില്ലേ, അതും ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകും പൊടിയാണ് കേട്ടോ. കുരുമുളക് നൈസാക്കി പൊടിക്കരുത്, കുറച്ചൊരു തരിപ്പാല വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അതും ഇട്ടതിന് ശേഷം ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ എടുത്തുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതുപോലെ ഇനി സോയാ സോസ് ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതിലിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയും ചെയ്യാം. ഇനി ചോറ് ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്നും, ആദ്യം നമ്മൾ ചോറ് ഊറ്റി വെച്ചതായിരുന്നല്ലോ. ചോറ് ഇട്ടതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് ആ മുട്ട ചിക്കിയത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലേശം പാടെ കുരുമുളകും പൊടി ഒന്നിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചട്ടകം വെച്ചിട്ട് ഇളക്കുമ്പോൾ ഒരു എയിമാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിമേലെ മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചോറ് ഇങ്ങനെ അരി ഇങ്ങനെ പൊട്ടിപ്പോണ പോലെ, ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഫ്രൈഡ് റൈസ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.